ഈ ഒരു ലൈറ്റ് നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് 100 രൂപയ്ക്ക് വാങ്ങി റീസ്റ്റോർ ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ ചാർജിങ് സെക്ഷനായിരുന്നു കംപ്ലയിൻറ്റ്. അപ്പോൾ അത് നമ്മൾ നന്നാക്കാനും നിന്നില്ല. അതുപോലെ ഇങ്ങനെയുള്ള ലൈറ്റുകളെല്ലാം ലെഡ് ആസിഡ് ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ബാറ്ററി വേഗം കംപ്ലയിൻറ്റ് ആകുന്നുണ്ട്. നമ്മളിന്ന് ഈ ഒരു ലൈറ്റിനകത്ത് ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണെന്ന്. ഇന്ന് നമ്മൾ ഈ കാണുന്ന എമർജൻസി ലൈറ്റാണ് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ലൈറ്റ് നമ്മൾ 100 രൂപയ്ക്ക് സ്ക്രാപ്പ് കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ഉള്ളിലെ ബാറ്ററി എല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാറ്ററിയോട് മേടിക്കുമ്പോൾ കുറച്ചും കൂടി പൈസ കൂടുതലാവും. നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ബാറ്ററി ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ലൈറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ ഇങ്ങനത്തെ കൂടുതൽ ലൈറ്റുകൾക്കും 6 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ബാറ്ററി 4 വോൾട്ടിൻ്റെയാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് നാളത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ ലൈഫ് കിട്ടും. ആ ഒരു ബാറ്ററിക്ക് വേഗം കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവും. അപ്പോൾ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ലൈറ്റിനെല്ലാം ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുവാണ്. അതുപോലെ നമ്മൾ ഈ ലൈറ്റിൻ്റെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഇപ്പം ചെക്ക് ചെയ്ത് നോക്കുന്നില്ല. ഇതെല്ലാം ഒന്ന് അഴിച്ച് ക്ലീൻ ആക്കിയിട്ട് ഫുൾ ഉണങ്ങി കഴിഞ്ഞിട്ടാണ് നോക്കുന്നുള്ളൂ. അതുപോലെ ഇങ്ങനത്തെ ലൈറ്റുകൾക്കെല്ലാം കൂടുതൽ ഉപയോഗിക്കുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. ലെഡ് ആസിഡ് ബാറ്ററി വേഗം കംപ്ലയിൻ്റ് ആകുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം കൂടുതലും നമ്മൾ സ്ക്രാപ്പ് കടയിലൊക്കെ പോയി നോക്കുന്ന സമയത്ത് ഇതുപോലത്തെ പല ലൈറ്റുകളും കാണാം. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ലൈറ്റുകളിൽ ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബാക്കപ്പും കിട്ടും. അതുപോലെ നമുക്ക് ഒരുപാട് വർഷം നല്ല രീതിയിൽ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ലൈറ്റിൻ്റെ ബോർഡ്. അപ്പോൾ ഈ ഒരു ബോർഡിന് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ കാര്യങ്ങളായിട്ടൊന്നും ഒന്നും കത്തിയതായിട്ടൊന്നും കാണുന്നില്ല. നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് നേരിട്ട് ലിഥിയം അയൺ ബാറ്ററി കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാനൊന്നും പറ്റില്ല. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കഴുകി ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്ലീൻ ചെയ്യാൻ ആദ്യം ഉപയോഗിക്കുന്നത് സോപ്പ് പൊടിയാണ്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റി. കുറച്ച് പാടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ചെറുതായിട്ട് സ്ക്രാച്ചായ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പോകുന്നില്ല. നമ്മളിത് സ്ക്രാപ്പ് കടയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് എന്തായാലും കിട്ടും. അതുപോലെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ജീപാസിൻ്റെ ലൈറ്റാണ്. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന LED ചിപ്പ് നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ ഇത്ര നാളും കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള LED ചിപ്പ് ഇതിൻ്റെയാണ്. അപ്പോൾ നമ്മളെല്ലാം കഴുകി ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡ് മാത്രം നമ്മളിന്ന് കഴുകിയിട്ടില്ല, കാരണം അത് നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മെയിൻ ബോർഡിലേക്ക് LED കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് ബാറ്ററി സപ്ലൈ ഒന്ന് കൊടുത്തു നോക്കാം. അതിനായിട്ട് നമ്മൾ 3.7 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് കണക്ട് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം റീസ്റ്റോർ എടുത്ത ലൈറ്റിന് നമുക്ക് 6 വോൾട്ടിൻ്റെ ബാറ്ററി ആയിരുന്നു വേണ്ടേ. നമുക്ക് ഈ ഒരു ലൈറ്റിന് 4 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനകത്ത് ഈ കാണുന്ന പോലത്തെ 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി ഓർന്ന് ഉപയോഗിച്ചാൽ നമുക്കത് വർക്ക് ചെയ്യാം. കൂടുതൽ സമയം ബാക്കപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ബാറ്ററി കൂടുതൽ ആഡ് ചെയ്യേണ്ടി വരും. അതുപോലെ ഈ ഒരു ബോർഡിലേക്ക് നേരിട്ട് ഇങ്ങനെ ലിഥിയം അയൺ ബാറ്ററി കണക്ട് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ലൈറ്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ തെളിയുന്നുണ്ട്. നമുക്ക് ഈ ഒരു നോബിൽ പിടിച്ചിരിക്കുന്ന സമയത്ത് വെട്ടം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ള സെറ്റപ്പും കൂടി ഉണ്ട് ഈ ഒരു ഇതിൽ. അപ്പോൾ ഈ ഒരു ലൈറ്റിന് മിക്കവാറും ബാറ്ററി കംപ്ലയിൻറ്റ് കൊണ്ടായിരിക്കും മിക്കവാറും ഇത് ഉപേക്ഷിക്കാൻ കാരണം. ഈ ഒരു ലൈറ്റിൻ്റെ മെയിൻ ബോർഡിലാണെങ്കിലും പ്രത്യേകിച്ച് ഒന്നും കത്തിയതായിട്ടൊന്നും കാണുന്നില്ല. നല്ല ക്ലീൻ ആയിട്ടാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു ലൈറ്റിനകത്ത് ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ലിഥിയം അയൺ ബാറ്ററി നമുക്ക് ഈ ഒരു ബോർഡിൽ നേരിട്ട് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണം ഇതുപോലത്തെ ലിഥിയം അയൺ ബാറ്ററി 4.2 വോൾട്ട് വരെയാണ് മാക്സിമം ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡിൽ നേരിട്ട് കണക്ട് ചെയ്ത കംപ്ലയിൻ്റ് ആയി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കാണുന്ന പോലത്തെ ചാർജിങ് മൊഡ്യൂൾ ബോർഡ് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ചാർജിങ് മൊഡ്യൂൾ ബോർഡിനും ചെറിയൊരു ഈ ഒരു ബോർഡിൽ നമുക്ക് ഒരു ബാറ്ററിയാണ് മാക്സിമം കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നിൽ കൂടുതൽ ബാറ്ററി കണക്ട് ചെയ്താൽ ഈ ഒരു ബോർഡ് കംപ്ലയിൻ്റ് ആയി. ഇപ്പോൾ നിങ്ങളുടെ കയ്യിരിക്കുന്ന ചെറിയ ലൈറ്റുകളൊക്കെ ആണെങ്കിൽ ഈ കാണുന്ന പോലത്തെ ചാർജിങ് മൊഡ്യൂൾ ബോർഡ് ഓർമ്മ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് പവർ ബാങ്കിൻ്റെ ബോർഡാണ്. അപ്പോൾ പവർ ബാങ്കിൻ്റെ ബോർഡ് ഉപയോഗിക്കാൻ നമുക്ക് ഒന്നിൽ കൂടുതൽ ബാറ്ററി ഒരേ സമയം നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഒരുപാട് സമയം ബാക്കപ്പും കൂടുതൽ. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യുമോ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഈ ഒരു ബോർഡിലേക്ക് നമ്മൾ ബാറ്ററി ഡയറക്റ്റായിട്ടൊന്ന് കണക്ട് ചെയ്തൊന്ന് കറണ്ടിലും കൂടി ഒന്ന് കണക്ട് ചെയ്ത് ചാർജ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഈ ഒരു ബോർഡ് ഇങ്ങനെ കണ്ടിട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ കാര്യങ്ങളായിട്ടൊന്നും തോന്നുന്നില്ല. എല്ലാം നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കത്തിയ പാടോ അല്ലെങ്കിൽ ചെറിയൊരു കരിഞ്ഞ പോലെയൊക്കെ എന്തെങ്കിലും കാണേണ്ടതാണ്. ഈ ഒരു ബോർഡിൽ അങ്ങനെയൊന്നും കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ബോർഡ് ഇതിലേക്ക് തന്നെ ഉറപ്പിക്കാൻ പോകും. അതുപോലെ നമ്മളിന്ന് ഈ ഒരു ലൈറ്റിനകത്ത് ഒരു ലിഥിയം അയൺ ബാറ്ററി മാത്രമാണ് വെക്കുന്നുള്ളൂ. ഈ ഒരു ബാറ്ററി നമുക്ക് സ്ക്രാപ്പ് കടയിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. അതുപോലെ ഈ ഒരു ലൈറ്റിനകത്ത് ഒരു ബാറ്ററി വെച്ച് വലിയ പാക്കപ്പും കാര്യങ്ങളൊന്നും കിട്ടില്ല നമ്മുടെ കയ്യിൽ. ഇപ്പോൾ ഒരു ബാറ്ററി ഉള്ളതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് മാത്രമാണ് ഈ ഒരു ബാറ്ററി മാത്രം കണക്ട് ചെയ്യുന്നത്. അതുപോലെ ഒന്നിൽ കൂടുതൽ ബാറ്ററികൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് പുതിയ ബാറ്ററികൾ മാത്രം ഉപയോഗിക്കുക. പഴയതും പുതിയതും ഒരുമിച്ച് ഉപയോഗിക്കുക. അതുപോലെ പല mAh ഉള്ള ബാറ്ററികളും ഒരുമിച്ച് മിക്സ് ചെയ്ത് ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡിലേക്ക് ബാറ്ററിയും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ മാത്യു എന്ന് പറഞ്ഞ ഒരാൾ കമൻറ്റ് ചെയ്ത് കണ്ടിരുന്നു
ഇതുപോലത്തെ വയർ സ്ലീവ് നമുക്ക് ഹീറ്റിംഗ് ഗൺ ഉപയോഗിച്ച് തന്നെ ഹീറ്റ് ചെയ്തിടണോ അതേ ലാമ്പ് കൊണ്ട് ചൂടാക്കിയിട്ടാൽ കുഴപ്പമുണ്ടോ എന്ന്. അപ്പോൾ ഇതുപോലത്തെ വയർ സ്ലീവ് ഞാനും ഇങ്ങനെ ലാമ്പ് കൊണ്ട് ചൂടാക്കിയാണ് ഇടുന്നത്. അത്യാവശ്യ സമയങ്ങളിൽ മാത്രമാണ് ഹീറ്റിംഗ് ഗണ്ണൊക്കെ ഉപയോഗിക്കുന്നത്. ഹീറ്റിംഗ് ഗണ്ണൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അത് ചൂടായി വരാനും അതൊക്കെ പിടിക്കാനും കുറേ സമയം എടുക്കും. ലാമ്പാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി തീരും. അതുപോലെ തന്നെ ഇങ്ങനത്തെ വയർ സ്ലീവിലേക്ക് നമ്മളിങ്ങനെ ലാമ്പ് കൊണ്ട് ചൂടാക്കി ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അങ്ങനെ പെട്ടെന്നൊന്നും ഉരുകിയൊന്നും പോകില്ല. അപ്പോൾ ഇങ്ങനെ വയർ സ്ലീവ് ഒക്കെ ഇടുന്ന സമയത്ത് ഹീറ്റിംഗ് ഗണ്ണില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ലാമ്പൊക്കെ വെച്ചാണെങ്കിലും സെറ്റാക്കി എടുക്കാവുന്നുള്ളൂ. അതുപോലെ ഞാനിങ്ങനെ റീസ്റ്റോർ എടുക്കുന്ന ലൈറ്റുകൾ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ലൈറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, അതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലൈറ്റ് തന്നെ തിരഞ്ഞെടുത്തത്. ഈ ഒരു ലൈറ്റിലാകുമ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ വെട്ടം കൂട്ടാനും കുറയ്ക്കാനായിട്ട് ഈ നോബുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം ലൈറ്റിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ബാറ്ററിക്ക് ചാർജും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് തെളിയാത്തത്. അപ്പോൾ നമുക്ക് ഒന്ന് കുറച്ച് നേരം ചാർജ് കുത്തി നോക്കാം. അപ്പോൾ ഈ ലൈറ്റ് നമുക്ക് സോളാർ പാനൽ വഴി നമുക്ക് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് കുറച്ച് നേരം ചാർജിങ്ങിലിടുവാണ്. ചാർജിങ്ങിലിട്ടിട്ട് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് പയ്യെ തെളിഞ്ഞ് വരുന്നത്. എന്തായാലും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററിക്ക് തീരെ ചാർജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് കറണ്ടിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററിക്ക് തീരെ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരു ബോർഡിൻ്റെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് കറണ്ടിലും കൂടി ഒന്ന് ചാർജ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിത് കറണ്ടിൽ കണക്ട് ചെയ്യാനുള്ള കേബിളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫ്ലഗ് ഓൺ ആക്കി നോക്കിയിട്ട് പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല. ഇവിടെ ചാർജ് ഇൻഡിക്കേറ്റർ ഒന്നും തെളിയുന്നില്ല. അപ്പോൾ ഈ ലൈറ്റിൻ്റെ ചാർജിങ് സെക്ഷൻ വർക്ക് ചെയ്യാനായിട്ടായിരിക്കും മിക്കവാറും ഈ ലൈറ്റ് ഉപേക്ഷിക്കാൻ കാരണം. അപ്പോൾ നമ്മൾ ഈ ലൈറ്റിനകത്ത് ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിക്കാൻ പോകുന്നതുകൊണ്ട് നമ്മൾ എന്തായാലും അത് നന്നാക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ആ ഒരു ബോർഡ് നമ്മൾ അടിച്ച് നോക്കിയാലും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറിയാലും ചിലപ്പോൾ നന്നാക്കി എടുക്കാൻ പറ്റുമായിരിക്കും. അതുപോലെ ഇപ്പോൾ എല്ലാ ബോർഡുകൾക്കും ആ ഒരു സെയിം കംപ്ലയിൻറ്റ് ആയിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒന്നും ഇപ്പോൾ അത് നന്നാക്കി എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ നിങ്ങളുടെ കയ്യിരിക്കുന്ന ലൈറ്റും ചിലപ്പോൾ ഈ ഒരു മോഡൽ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഏത് ടൈപ്പ് മോഡൽ ലൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. നമുക്കിനി ഇതുപോലുള്ള ലൈറ്റുകൾ 4 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഇങ്ങനത്തെ ലൈറ്റ് 6 വോൾട്ടിൻ്റെ ആണെങ്കിൽ നമുക്ക് ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ലൈറ്റ് 4 വോൾട്ടിൻ്റെ ആയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ എമർജൻസി ലൈറ്റോ അല്ലെങ്കിൽ റീചാർജ് ചെയ്യുന്ന ഏത് ലൈറ്റ് ആണെങ്കിലും അതിനകത്തുള്ള പഴയ ബാറ്ററി മാറ്റിയിട്ട് ഇതുപോലത്തെ ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പാക്ക് പോയിട്ട് ലൈറ്റ് സെറ്റാക്കി എടുക്കാൻ പറ്റും. അതുപോലെ പെട്ടെന്ന് ബാറ്ററി കംപ്ലൈൻറ്റും ആവില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈറ്റിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന ഈ കാണുന്ന ചെറിയ പവർ ബാങ്കിൻ്റെ ബോർഡാണ്. അപ്പോൾ ഈ ഒരു ബോർഡിൽ നമുക്ക് ഒരേ സമയം 2 ബാറ്ററി അല്ലെങ്കിൽ മാക്സിമം 3 ബാറ്ററി വരെ നമുക്ക് പാരലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ ഈ ഒരു ഭാഗത്തായിരുന്നു ഇതിൻ്റെ AC ചാർജിങ് കണക്ടർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇച്ചിരി കൂടെ വലിയ ഹോളാക്കി എടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു ബോർഡ് ഇവിടെ ഫിക്സ് ചെയ്യാൻ. അപ്പം പവർ ബാങ്കിൻ്റെ ഇതിൻ്റെ പവർ കൂടിയ ബോർഡുകൾ കിട്ടും. ഒരേ സമയം 5 ബാറ്ററി കണക്ട് ചെയ്യുന്ന ബോർഡുകൾ മേടിക്കാൻ കിട്ടും. ഈ ഒരു ബോർഡിന് 60 രൂപയാണ്. ഈ ഒരു ബോർഡ് മേടിക്കാനുള്ള ലിങ്ക്, ബാറ്ററിയുടെ ലിങ്ക് എല്ലാം നമ്മുടെ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഈ ലൈറ്റിലെ AC കണക്ടർ ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയുവാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരു ബാറ്ററി മതിയെങ്കിൽ ഈ ഒരു ബോർഡ് ഉപയോഗിച്ചാൽ മതി. ഒന്നിൽ കൂടുതൽ ബാറ്ററി ആണെങ്കിൽ മാത്രം പവർ ബാങ്കിൻ്റെ ബോർഡ് ഉപയോഗിച്ചാൽ മതി. നമ്മൾ പവർ ബാങ്കിൻ്റെ ബോർഡ് ഈ ഒരു ബാറ്ററി ആയിട്ട് നേരിട്ട് തന്നെയാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഇങ്ങനെയുള്ള ലൈറ്റുകളിൽ 4 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് വരുന്നതെങ്കിൽ ഇതുപോലത്തെ പവർ ബാങ്കിൻ്റെ ബോർഡ് ഉപയോഗിക്കും. എങ്കിലാണ് നമുക്ക് ഒന്നിൽ കൂടുതൽ ബാറ്ററി ഉപയോഗിക്കാൻ പറ്റും. 2 ലിഥിയം അയൺ ബാറ്ററി പാരലായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിച്ചാണ് അത്യാവശ്യം നല്ല സമയം ബാക്കി. അപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിക്കും നമുക്ക് B+ലും B-ലും നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യേണ്ടത്. ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് മാത്രം കണക്ട് ചെയ്താൽ മതി. അതുപോലെ ചാർജിങ് ഇൻഡിക്കേറ്റർ ഓർമ്മയുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഫോണിൻ്റെ ചാർജർ കണക്ട് ചെയ്യാനും അതുപോലെ വലിയ USB ഔട്ടിൽ നമുക്ക് 5 വോൾട്ട് ഔട്ട് കിട്ടും. ഇതല്ലാതെ നമുക്ക് ഈ ഒരു ബോർഡിൽ നിന്ന് വേറെ ഔട്ട് എടുക്കാനുള്ള ഓപ്ഷനോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു ബോർഡിൽ 2 ചാർജിങ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അതിനകത്ത് ഒന്നിൽ മാത്രമാണ് ലൈറ്റ് കണക്ട് ആയിട്ടുള്ളൂ, ഒന്നിൽ ലൈറ്റിൻ്റെ പോയിന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് 2 വയർ സോൾവ് ചെയ്ത് വേറെ ലൈറ്റ് കൊടുക്കാവുന്നുള്ളൂ. ബാറ്ററി ലോ ആകുന്ന സമയത്തും ഈ ഒരു ഇൻഡിക്കേറ്റർ തെളിയുന്ന രീതിയിലാണ് ഈ ഒരു ബോർഡിൻ്റെ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള അതേ സെയിം കണക്ഷൻ തന്നെ ഈ ഒരു ബോർഡിൻ്റെ ഈ ഒരു മേൽഭാഗത്ത് നമുക്ക് ഇൻഡിക്കേറ്റർ കൊടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് വയർ സോൾവ് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ ഈ ഒരു ടൈപ്പ് ബോർഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബോർഡിൽ നിന്ന് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷനോ കാര്യങ്ങളൊന്നുമില്ല. വലിയൊരു USB ഔട്ട് മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ ആവശ്യം ബാറ്ററിയുടെ സെയിം വോൾട്ട് ഔട്ട് തന്നെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ബാറ്ററിയിൽ നിന്ന് തന്നെ നേരെ ഔട്ട് എടുക്കുന്ന സമയത്ത് ബാറ്ററി ഓവറായിട്ട് ഡിസ്ചാർജ് ചെയ്യാനുള്ളൊരു വഴിയുണ്ട്. അപ്പോൾ അതിന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു മാർഗ്ഗമാണ് ഇതിൻ്റെ ചാർജിങ് ലെവൽ ഇൻഡിക്കേറ്റർ. ബാറ്ററി ചാർജ് ഒരുപാട് കുറയുന്ന സമയത്ത് ഈ ഒരു ബോർഡിലെ ചാർജിങ് ഇൻഡിക്കേറ്റർ നല്ല ഫാസ്റ്റ് ആയിട്ട് ബ്ലിങ്ക് ചെയ്തുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത് എന്താണോ അത് നമ്മൾ ഓഫാക്കിയിട്ട് വീണ്ടും ചാർജ് കണക്ട് ചെയ്താൽ മതി. അതുപോലെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. നമ്മൾ ഈ ഒരു ബോർഡിൽ നമ്മളിങ്ങനെ ചാർജർ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു LED ഇൻഡിക്കേറ്റർ ഈ ഒരു ലൈറ്റിൻ്റെ ഉള്ളിലായി പോകും. അപ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു ലൈറ്റിൻ്റെ ലൈറ്റ് അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് ആ ഒരു സെയിം പോയിന്റിൽ നിന്ന് തന്നെ നമ്മൾ 2 വയർ സോൾഡർ ചെയ്ത് വേറെ ഒരു LED നമ്മളിങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് നമ്മൾ ഈ ലൈറ്റിൻ്റെ കവറിലേക്ക് കണക്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് പുറമേ നിന്ന് തന്നെ അറിയാൻ പറ്റും. ബാറ്ററി ചാർജ് ആവുന്ന സമയത്തും ബാറ്ററി ഡിസ്ചാർജ് ആവുന്ന സമയത്തെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ ഈ ഒരു ലൈറ്റിനകത്ത് 4 വോൾട്ടിൻ്റെ ബാറ്ററി വന്നുകൊണ്ടാണ് നമുക്കിവിടെ ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്ന സെറ്റപ്പിൽ നമുക്ക് ആക്കാൻ പറ്റിയത്. 6 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിരിക്കുന്ന ലൈറ്റിനകത്ത് 6 വോൾട്ടിൻ്റെ ബാറ്ററി ആണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ 2 ആഴ്ച മുമ്പ് വേറെ ലൈറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു ലൈറ്റിനകത്ത് 6 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ മതി.
അപ്പോൾ നമ്മളിവിടെ ഈ ലൈറ്റിനെ സെറ്റ് ചെയ്തേക്കുന്ന പവർ ബാങ്കിൻ്റെ ബോർഡിലേക്ക് നമ്മൾ ചാർജർ കണക്ട് ചെയ്ത സമയത്ത് ചാർജ് ഇൻഡിക്കേറ്റർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു. ഈ ഒരു ചാർജ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നത് ബാറ്ററി ഫുള്ളാകുന്ന സമയത്ത് ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുന്നു, ചാർജിങ് ടൈമിൽ ബ്ലിങ്ക് ചെയ്യുന്ന രീതിയിലുമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ലൈറ്റിന് പവർ ബാങ്കിലോ അല്ലെങ്കിൽ സോളാർ പാനൽ വഴിയോ നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ലൈറ്റുകളുടെയൊക്കെ ബാറ്ററി കംപ്ലൈൻറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ ലിഥിയം അയൺ ബാറ്ററി ആക്കുക. അതുപോലെ തന്നെ ബാറ്ററി ചാർജറാണ് കംപ്ലൈൻറ്റ് ആണെങ്കിൽ അത് നന്നാക്കി പൈസ കളയാനും നിൽക്കണ്ട. ഇതുപോലത്തെ ചാർജിങ് മൊഡ്യൂൾ ബോർഡോ അല്ലെങ്കിൽ പവർ ബാങ്കിൻ്റെ ബോർഡൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ രീതിയിൽ സെറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിയ ലൈറ്റ് നമുക്ക് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് സെറ്റാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അതുപോലെ നിങ്ങൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് പുതിയ ബാറ്ററികൾ മാത്രം മേടിച്ച് ചെയ്യുക. 4 വോൾട്ടിൻ്റെ ബാറ്ററി വരുന്ന ഏത് ലൈറ്റ് ആണെങ്കിലും ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതി.